ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അൽഖോർ സൂവിലാണ്. നമ്മളൊരു ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഗസ്റ്റിനെ കാണാനാണ് ആക്ച്വലി വന്നത്. നമ്മൾ സീബ്രയൊക്കെ കണ്ടു, അത് കഴിഞ്ഞ് നേരെ റൈനോയെ കണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ഗസ്റ്റിനെ കണ്ടത്. ഗസ്റ്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ്. രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ച് 2 എലിഫൻറ്റ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. രുദ്രകാളി ആൻഡ് ഗജേന്ദ്ര പ്രസാദ്. നേപ്പാൾ ഖത്തറിന് ഗിഫ്റ്റ് ചെയ്ത 2 എലിഫൻറ്റ്സ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഖത്തറിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ വളരെ എൻ്റർടൈനിങ് ആണ് കേട്ടോ ഈ 2 എലിഫൻറ്റ്സ്. പിന്നെ വേദിക്ക് കുറച്ച് പേടിയായി, കാര്യം ഇത് സൗണ്ട് ചെറുതായിട്ട് ഇങ്ങനെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ടർ ഓരോ കാര്യങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനത്തെ സൗണ്ടൊക്കെ വേദ കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് പേടിയായി, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ ഓസ്ട്രിച്ചിനെ കണ്ടു. പിന്നെ ദാ ഇവിടെ റോയൽ ലുക്കിലൊരു പീക്കോക്ക്. ഇവിടുത്തെ അൽഖോർ സൂവിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നത് ഇവിടുത്തെ നമുക്ക് ഇത്രയും അടുത്ത് ഇത്രയും ഓപ്പണായിട്ട് ഒരുപാട് പീക്കോക്കിനെ കാണാൻ പറ്റും. പിന്നെ ഫ്ലാമിംഗോസിനെ ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം അൽഖോർ സൂവിൽ വരുമ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. പിന്നെ ഒരുപാട് പീക്കോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇപ്രാവശ്യമാണ് ഞാൻ ഇവിടുത്തെ ഈ വൈറ്റ് കളർ പീക്കോക്കിനെ കണ്ടത്. എൻ്റെ ദൈവമേ, എന്ത് എലഗൻറ്റ് ലുക്കാണെന്നറിയോ. നടക്കുന്നതായാലും അത് വെറുതെ ഇരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അടുത്തതായിട്ട് കുറച്ച് സ്പെഷ്യൽ ബേർഡ് സെഗ്മെൻ്റ് ആണ്. ആക്ച്വലി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ തലയിൽ കണ്ടോ കിരീടം പോലെ, അതെന്താന്ന് ഏത് ബേർഡാണെന്നറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരാൾ വേറൊന്നും അറിയാണ്ട് നിന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ കൊക്കിന് നല്ല നീളത്തിലൊരു പക്ഷീനെ കണ്ടു. അതിനെയും എന്തോ കഴിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പേരും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഭയങ്കര ഇങ്ങനെ കുറച്ച് വെറൈറ്റിയിലുള്ള കുറച്ച് ബേർഡ്സിനെ അവിടെ കാണാൻ പറ്റി. പിന്നെ ഇവിടെ ഒരു ആൾ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നല്ല തണുപ്പത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണ കണ്ടു. വേറൊരാളുണ്ട് മേൽക്കൂരേൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയ നേരെ വൈൽഡ് ആനിമൽസിൻ്റെ സെക്ഷനാണ്. ലയൺ വന്നു, അത് കഴിഞ്ഞിട്ട് ടൈഗർ വന്നു. ടൈഗറും ലയണൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഇതിനകത്ത് 4-5 ഉണ്ട്. അത് കഴിഞ്ഞ് ലെപ്പേർഡ്. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ ബ്ലാക്ക് പാന്തറിനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ, എവിടെ പോയി എന്നറിയില്ല. പിന്നെ വൈറ്റ് ടൈഗറിനെ കണ്ടു, ചീറ്റയെ കണ്ടു. ജിറാഫും അതുപോലെ മിസ്സിങ് ആയിരുന്നു. ജിറാഫിനെ ഇപ്രാവശ്യം കാണാൻ കഴിഞ്ഞില്ല, ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മങ്കീസിൻ്റെ സെക്ഷനിലേക്ക് പോയി. മങ്കീസിൻ്റെ സെക്ഷനിൽ കുറേ വെറൈറ്റി മങ്കീസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫോക്സ്. ഈ മങ്കീസിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഫോക്സിനൊരു സെപ്പറേറ്റ് ഷെൽട്ടർ ഉണ്ട്. ഇതടുത്ത സ്പെഷ്യലാണ് കേട്ടോ, 2 ബെയറുണ്ട് അൽഖോർ സൂയിൽ. ആക്ച്വലി നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മാഷ എന്താ ബെയറിലേക്ക് കണ്ട ബെയറിനെ പോലെ. ഇത് ഇവിടെ ഒരാൾ നടന്നു വന്നിട്ട് പെട്ടെന്ന് എന്തോ ആലോചിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടോ. എന്താണെന്ന് നമുക്കും അറിയില്ല, പുള്ളി ഇനി എന്താ നോക്കിയെന്ന് ആൾക്ക് മാത്രമേ അറിയൂ. ഞങ്ങൾ താഴെ നിന്ന് ഒരുപാട് നോക്കി, എന്താണെന്ന് ഞങ്ങൾക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പുള്ളി അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ ബൈ പറഞ്ഞു വീട്ടിലേക്ക് പോയി.